യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കുന്നത് മർക്കോസ് സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 29 വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഈശോ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. അപ്പം അത്രമാത്രം കർത്താവ് വില കൊടുത്ത സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം, മരണം, രക്തസാക്ഷിത്വം മർക്കോസ് വിവരിക്കുന്ന ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഹെറോദേസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെപ്പോലെ ഇവനും ഒരു പ്രവാചകനാണ്. ഒന്നാമത്തെ കാര്യം, കർത്താവ് ഈശോമിശിഹായുടെ പ്രശസ്തി ദേശാന്തരങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഈശോ വളരെ പോപ്പുലറായി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ആളുകളുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ അസാധാരണമായ ചില സംഭവ വികാസങ്ങൾ തങ്ങൾ താമസിക്കുന്ന ദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി? എവിടെ നിന്നാണ് ഇവൻ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ യേശു ആരാണ്? എന്ത് ശക്തിയാണ് യേശുവിൽ പ്രവർത്തിക്കുന്നത്? ഇത്തരം ചില ആശയക്കുഴപ്പങ്ങൾ യേശുവിനെ സംബന്ധിച്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളുടെ നടുവിൽ മനുഷ്യർ യേശുവിനെക്കുറിച്ച് എന്താണ് അഭിപ്രായങ്ങളായി പറഞ്ഞിരിക്കുന്നത് എന്ന് മർക്കോസ് പറയുകയാണ്. അപ്പോൾ ഹെറോദേസ് രാജാവ് പറയുകയാണ്, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് വന്നിരിക്കുകയാണ്. ചില ആളുകൾ പറയുകയാണ് ഇവൻ ഏലിയായാണ്. ചില ആളുകൾ പറയുകയാണ് ഇവൻ പ്രവാചകന്മാരിൽ, പ്രവാചക പരമ്പരയിലെ ഒരു കണ്ണിയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഹെറോദേസ് പറയുകയാണ്, ഞാൻ ശിരച്ഛേദം ചെയ്ത, ഞാൻ കൊന്നുകളഞ്ഞ സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? മനുഷ്യനെ അവൻ്റെ കുറ്റബോധം വേട്ടയാടും. ഇവിടെ ഹെറോദേസ് സ്നാപക യോഹന്നാൻ്റെ കഴുത്തറുത്ത് കൊന്നു. മനസാക്ഷി അനുസരിച്ച് ഇത് തെറ്റാണെന്ന് അയാൾക്കറിയാം. അപ്പോൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, ജീവിതത്തിൽ ഒരു കാലത്ത് വന്നുപോയ തെറ്റുകൾ, ആ തെറ്റിൻ്റെ കുറ്റബോധം മരണം വരെ മനുഷ്യനെ വേട്ടയാടും. അപ്പോൾ ഈ കുറ്റബോധം വേട്ടയാടുന്നത് കൊണ്ടാണ് ഹെറോദേസ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ കൊന്ന സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതായിരിക്കും. കുറ്റബോധം ചില അസോസിയേഷൻസ് കണ്ടുപിടിക്കും, ചില കണക്ഷൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ഉദാഹരണം, സാധാരണ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമ്പോൾ, അനർത്ഥം വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇത് നമ്മൾ ചെയ്ത എന്തിൻ്റെങ്കിലും തെറ്റിൻ്റെ ഫലമായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ തന്നെ പറയില്ലേ, നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, കർത്താവ് നിന്നെ ശിക്ഷിച്ചതാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇതിനെക്കുറിച്ചാണ് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പാപത്തിന് ശിക്ഷയുണ്ട്, പാപത്തിൽ നിന്ന് ശിക്ഷ വരാം. കാരണം ദൈവവചനം കലർപ്പില്ലാതെ മായമില്ലാതെ പ്രസ്താവിക്കുന്നൊരു സത്യമാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പൗലോസ്ലീഹ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നവർക്ക് ക്ലേശവും ദുരിതവും ഉണ്ടാകും. പ്രഭാഷകൻ്റെ പുസ്തകം 27-ൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ പാപം പാപിയെ വേട്ടയാടും, പാപം പാപിക്ക് വേണ്ടി പതിയിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, തെറ്റുകൾ, പാപം ക്ലേശവും ദുരിതവും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുടെ അനന്തരഫലമായി ജീവിതത്തിൽ തകർച്ചകൾ വരാം. അതൊരു ഒരു സത്യമാണ്, അത് ശരിയാണ്.
എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകളിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ തകർച്ച നമ്മൾ ചിന്തിക്കുന്ന ആ തെറ്റിൻ്റെ ഫലമായിട്ടുണ്ടായതാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു, അത് നമ്മൾ ഇന്നലെ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന തെറ്റിൻ്റെ ഫലമാവണമെന്നില്ല. നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇന്നലെ അമ്മയെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ്റെ കൈ തട്ടിയത്, അതാവണമെന്നില്ല. പക്ഷെ എപ്പോഴും ഓർത്തിരിക്കുക, പാപം ക്ലേശവും ദുരിതവും ഉണ്ടാക്കും. നമ്മൾ ചിന്തിക്കുന്ന പാപത്തിൻ്റെ അനന്തരഫലമാകണമെന്നില്ല പല തകർച്ചകളും. എന്നാൽ ഏതെങ്കിലും പാപത്തിൻ്റെ ആവും, നമ്മുടെ തന്നെ പാപത്തിൻ്റെ ആവണമെന്നില്ല, മറ്റാരുടെയെങ്കിലും തിന്മയുടെ ഫലമാവും. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മളിതിനെങ്ങനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ അസോസിയേഷൻസ് കണ്ടുപിടിക്കുന്നതിന് പകരം, ഇപ്പം നമ്മൾ ഈ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമാണ് ഈ ശിക്ഷ വന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം, എന്ത് ക്രൈസിസ് വന്നാലും അതിനെ ഒരു ശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരമായിട്ട് കാണുക. മനസ്സിലായി ഞാൻ പറയുന്നത്? അതായത് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഈ തിങ്കളാഴ്ച വന്നത് എന്ന് ചിന്തിച്ച് അതുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് ആ ബന്ധം കണ്ടുപിടിക്കുന്നതിന് പകരം, എന്ത് തകർച്ച ജീവിതത്തിൽ വന്നാലും ഇത് എനിക്ക് കൂടുതൽ ശുദ്ധീകരിക്കപ്പെടാൻ ദൈവം തരുന്ന അവസരമായിട്ട് കണ്ടിട്ട് കൂടുതൽ ശുദ്ധീകരിക്കപ്പെടാൻ കർത്താവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നിന്ന് കൊടുക്കുക. ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാനുള്ള എല്ലാ വഴികളും അവലംബിക്കുക. നല്ല കുമ്പസാരം നടത്തുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, അനുതപിച്ച് പ്രാർത്ഥിക്കുക, പരിഹാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തങ്ങൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇപ്പം ഹെറോദേസ് ചിന്തിക്കുകയാണ്, ഞാൻ സ്നാപക യോഹന്നാനെ കൊന്നു, അവനിതാ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഭയപ്പാടല്ലാതെ ഇയാളെ ഇത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല. പല ആളുകളുടെ ഉള്ളിൽ ഈ ഭയമേ ഉള്ളൂ, കുറ്റബോധമേ ഉള്ളൂ. മാനസാന്തരത്തിലേക്ക് അത് നയിക്കുന്നില്ല, ശുദ്ധീകരണത്തിലേക്ക് അത് നയിക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പാപം ഇങ്ങനെ കണ്ടുപിടിച്ച് അതിൻ്റെ കുറ്റബോധത്തിൽ ആജീവനാന്തം ജന്മാന്തരങ്ങളോളം കഴിയുന്നതിന് പകരം ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു തകർച്ചയുണ്ടായി, അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ ഇതെൻ്റെ ഒരു കുറവ് കൊണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനിതാ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ ഇതാ ഞാൻ അവർക്ക് വേണ്ടി എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് ഇവിടെ എന്തൊരു പോരായ്മ വന്നാലും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ കുറവായിരിക്കും, എൻ്റെ ഒരു കുറവ് കൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു പോരായ്മ ഇവിടെ വരുന്നത്. അതൊരു ദൈവികമായ വചനത്തോട് ബന്ധമുള്ള ചിന്തയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു, അപ്പോൾ അത് ഞാൻ ഇങ്ങനെ 15-ാമത്തെ വയസ്സിൽ ചെയ്ത ഈ തെറ്റിൻ്റെ ഫലമായിരിക്കും, 25-ാമത്തെ വയസ്സിൽ ചെയ്ത തെറ്റിൻ്റെ ചിലപ്പോൾ ആയിരിക്കും. പക്ഷേ നമ്മൾ അതല്ല നോക്കേണ്ടത്, നമ്മൾ അതിലേക്കല്ല നോക്കിയിരിക്കേണ്ടത്. മറിച്ച് എന്താ നോക്കേണ്ടത്? കർത്താവ് ഇതെനിക്ക് കൂടുതൽ, എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടുതൽ ശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരങ്ങളാണ്, അത് പ്രയോജനപ്പെടുത്തി കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുക. അല്ലാതെ ആ തെറ്റിൻ്റെ ഇനിയിപ്പോൾ അതിന് അങ്ങനെ പരിഹാരം ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാം, അങ്ങനെയല്ല. മറിച്ച് നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. മാത്രമല്ല എപ്പോഴും ഓർത്തിരിക്കേണ്ട എന്താണ്? ബൈബിൾ എപ്പോൾ സഹനങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും അവിടെ പറയുന്നൊരു കാര്യം എന്താണ്? ഈ സഹനം നമ്മളെ വിശുദ്ധീകരണത്തിനും മഹത്വീകരണത്തിനും സഹായിക്കും. See, every suffering is intended to our sanctification and our glorification. വിശുദ്ധീകരണവും മഹത്വീകരണവും ഇതിനു വേണ്ടിയിട്ടാണ് സഹനങ്ങൾ. അപ്പം അതുകൊണ്ട് ഹെറോദേസിനെ പോലെ കുറ്റബോധം വേട്ടയാടി, പക്ഷെ കുറ്റബോധമേ ഉള്ളൂ, ഭയമേ ഉള്ളൂ, മാനസാന്തരമില്ല. ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇനി ഹെറോദേസ് എന്ന് പറയുമ്പോൾ ഏത് ഹെറോദ് എന്നുകൂടെ അറിയണം. നമ്മൾ ബൈബിള് ഈശോയുടെ കാലത്ത് 3 ഹെറോദേസുമാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അപ്പൻ ഹെറോദ്, അതാണ് മഹാനായ ഹെറോദേസ്, ഹെറോദ് ദ ഗ്രേറ്റ്.
അദ്ദേഹമാണ് യേശുവിൻ്റെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊന്നത്. ഈശോ ജനിച്ചെന്നറിഞ്ഞപ്പോൾ അല്ലേ, കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ ഉത്തരവിട്ടത് അപ്പൻ ഹെറോദേസാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മകൻ ഹെറോദേസാണ് ഹെറോദ് അന്തിപ്പാസ്. അന്തിപ്പാസ് എന്ന് ഓർത്താൽ മതി, അന്തിപ്പാസ്. അദ്ദേഹമാണ് ഇപ്പോൾ സ്നാപക യോഹന്നാനെ കൊല്ലുന്നത്, ഹെറോദ് അന്തിപ്പാസ്. ഇനി പൗലോസ്ലീഗയുടെയൊക്കെ കാലത്ത് ഒരു അപ്പസ്തോലന്മാരുടെ കാലം വരുമ്പോൾ, പത്രോസിൻ്റെ യാക്കോബിൻ്റെ യോഹന്നാൻ്റെ കാലം വരുമ്പോൾ വേറൊരു ഹെറോദുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെറോദ് അഗ്രിപ്പ രാജാവേ, ഈ ചങ്ങലകളുടെ കാര്യത്തിലൊഴികെ മറ്റെല്ലാവരും എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ. അത് ഹെറോദ് അഗ്രിപ്പ. അപ്പോൾ മഹാനായ ഹെറോദേസ്, കുഞ്ഞുങ്ങളെല്ലാം കൊന്ന ഹെറോദോസ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അപ്പൻ. രണ്ടാമത്തേത് മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഹെറോദ് അന്തിപ്പാസ്, പിന്നീട് ഹെറോദ് അഗ്രിപ്പ. ഇങ്ങനെ 3 ഹെറോദേസുമാരെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തെന്നറിയാം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹെറോദേസ് ഭയപ്പെട്ടു, അവന് ഭയമാണ്. അവൻ ഈ ഭയത്തിൽ നിന്ന് മാനസാന്തരം ഉണ്ടാവുന്നില്ല. സ്നാപക യോഹന്നാൻ എന്തു പറഞ്ഞോ, എന്തിൻ്റെ പേരിലാണോ ഇവനെ കുറ്റപ്പെടുത്തിയത്, അത് തിരുത്താൻ ഇവൻ തയ്യാറല്ല. എന്താണ് ഈ ചെയ്തത്? നമുക്കിത് വായിക്കാം. ഇതിനകത്ത് മർക്കോസ് പറയുന്നുണ്ട് എന്താണ് ഇയാളുടെ തെറ്റ്. എന്നാൽ ഇതെല്ലാം, വാക്യം 16, എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത് യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവനിങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണ് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറോദസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. കണ്ടോ ഇവിടെ എന്താ ഈ സംഭവം? എല്ലാം സ്നാപയോഹന്നാൻ പറയുന്നതൊക്കെ സന്തോഷത്തോടെ കേൾക്കും. പിന്നെ സ്നാപയോഹന്നാൻ ഒരു വിശുദ്ധനും നീതിമാനും ആയതുകൊണ്ട് അവനെ ഭയവുമാണ്. കേട്ടാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. കേട്ടാൽ മതി, രക്ഷപ്പെടും. സ്നാപയോഹന്നാൻ പറയുന്ന ഹി വാസ് സച്ച് എ ഫിയറി പ്രീച്ചർ. ഏലിയ അഗ്നി പോലെ ജ്വലിച്ചു എന്ന് ബൈബിൾ പറയുന്നത് പോലെ അഗ്നി പോലെ ജ്വലിച്ച ഏറ്റവും ഡേഞ്ചറസായ അപകടകാരിയായ പ്രവാചകനായിരുന്നു യോഹന്നാൻ. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പ്രവാചക പരമ്പരകളിലെ ഏറ്റവും ഡേഞ്ചറസായ പ്രൊഫറ്റാണ് സ്നാപയോഹന്നാൻ. നിങ്ങൾ ചായയും കാപ്പിയും സൽക്കാരവും കൊടുത്താൽ പ്രസാദിക്കുന്നൊരു പ്രവാചകനല്ലത്. മനസ്സിലായി? പറയാനുള്ളത് ഏത് രാജാവിൻ്റെയും ഏത് പ്രജാപതിയുടെയും ചക്രവർത്തിയുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവത്വവും ധൈര്യവും ആത്മബലവും അഭിഷേകവും ഉണ്ടായിരുന്ന പ്രവാചകനാണ് യോഹന്നാൻ. ആ പ്രവാചകനെ പേടിച്ചിട്ട് വിളിച്ചിട്ട് കൺവെൻഷൻ നടത്തി, പ്രസംഗം കേട്ടു, പക്ഷെ മാറാൻ തയ്യാറല്ല. കേട്ടാ മതി എന്ന് ചിന്തിക്കുന്ന ഭക്തരുണ്ട്. കേട്ടാ മതി, ധ്യാനത്തിന് പോയാൽ മതി, പള്ളി പോയാൽ മതി, യൂട്യൂബിൽ പ്രസംഗം കേട്ടാ മതി. ഹെറോദേസിൻ്റെ സ്ഥാനത്താണ്. കേട്ടാ പോരാ. ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുവിൻ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം. അടിസ്ഥാനപരമായ ജീവിതത്തിൽ എവിടെയാണൊരു വ്യത്യാസം? എവിടെയാണൊരു സമർപ്പണം? എവിടെയാണ് ഇവാഞ്ചലൈസേഷന് വേണ്ടി ഇറങ്ങാൻ ആളുകൾ? എവിടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി തീപിടിച്ച് നടക്കുന്ന ജീവിതങ്ങൾ? എവിടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനപ്പുറത്ത് എവിടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നവർ? കേട്ടോണ്ടിരിക്കുന്നൊരു മതം, കേൾക്കുക മാത്രം ചെയ്യുന്നൊരു ഭക്തരുടെ കൂട്ടം ഹെറോദേസിൻ്റെ സ്പിരിച്വാലിറ്റിയാണ്. ഹെറോദേസിൻ്റെ മതം, ഹെറോദേസിൻ്റെ ആത്മീയത. ഈ 2 പേര്, അതായത് ഹെറോദിയ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചു, ഈ അന്തിപ്പാസ് അവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു. എന്നിട്ടാണ് ഇവർ 2 പേരും കല്യാണം കഴിച്ചില്ല. കുറച്ച് നാൾ ഇങ്ങനെ തെറ്റായ ജീവിതത്തിൽ തുടർന്നു, പിന്നെ വിവാഹം കഴിച്ചു. അപ്പോൾ സ്നാപയോഹന്നാൻ ഈ ബന്ധത്തെയാണ് എതിർത്തത്. അപ്പോൾ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചു, ഹെറോദിയ അവളുടെ ആദ്യത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു.
അങ്ങനെ ഈ തിന്മയിൽ തുടർന്നപ്പോഴാണ് സ്നാപക യോഹന്നാൻ പറയുന്നത് ഇത് തെറ്റാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയുടെ രാജാവാകാൻ ദൈവം തെരഞ്ഞെടുത്ത നീ ഈ തെറ്റിൽ തുടരുന്നത് മാരകമായ ഗുരുതരമായ മഹാപാപമാണെന്ന് മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചപ്പോൾ പേടിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് സംരക്ഷണമൊക്കെ കൊടുത്ത് കൺവെൻഷനൊക്കെ നടത്തി കൺവെൻഷനൊക്കെ കേട്ട് അങ്ങനെ പോയി. എന്ത് സംഭവിച്ചാൽ AD 39 പഴയ ഭാര്യയുടെ അപ്പനുമായിട്ട്, പഴയ ആദ്യത്തെ ഭാര്യയുടെ അപ്പനുമായിട്ട് യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ പരാജയപ്പെട്ട് നാട് കടത്തപ്പെട്ടു. ആര്? ഈ അന്തിപ്പാസ്. തലയറക്കപ്പെട്ടൊരു മനുഷ്യൻ്റെ, ചിരച്ഛേദം ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ്റെ ആത്മാവ് അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്, സ്വർഗത്തിൽ നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, പ്രവാചകരുടെ കഴുത്തറത്താലും അവർ പറഞ്ഞ വചനങ്ങൾ നിങ്ങളെ വേട്ടയാടും. നിങ്ങൾ പ്രവാചകരെ കൊന്നാലും, നിങ്ങൾ പ്രവാചകർക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും, നിങ്ങൾ പ്രവാചകർക്കെതിരെ ഉപജാപങ്ങൾ നടത്തിയാലും, നിങ്ങൾ പ്രവാചകരെ 1000 കഷണങ്ങളായി കൊത്തി എരിഞ്ഞാലും പ്രവചന വചനങ്ങൾ തലയ്ക്ക് മീതെ നിന്ന് വേട്ടയാടും. നിങ്ങൾ ഒരു തുള്ളി ചോര വീഴ്ത്തിയാൽ ആ ചോരയിൽ നിന്ന് 10,000 എഴുന്നേൽക്കും അഭിഷേകത്തോടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെരോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെരോദിയായിക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവരുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെരോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. കണ്ടോ, ആവേശത്തിൽ നിൽക്കുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. നല്ല സന്തോഷത്തിൻ്റെ ഇൻറ്റൻസിറ്റി നിൽക്കുമ്പോൾ അമിതാഹ്ലാദത്തിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങളെ ഓർത്ത് നാളെ ഖേദിക്കേണ്ടി വരും. ഇല്ല, അമിത ദുഃഖത്തിലിരിക്കുമ്പോൾ തീരുമാനം എടുക്കരുത്. അതുപോലെ എനിക്ക് കുടുംബങ്ങളിലുള്ളവരോടും പറയാനുള്ളത്, ഒരാൾ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. ഒരാൾ ഭയങ്കര ദേഷ്യത്തിൽ പറയത്തില്ലേ, ഭയങ്കര ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി. അപ്പോൾ ഭർത്താവ് ഭയങ്കര ദേഷ്യത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിന്ന് പറഞ്ഞു, നീ 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 ഒരു വഴി വഴച്ചവളാണ്. ദേഷ്യത്തിൽ പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ദേഷ്യം വന്നപ്പോൾ പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ജയിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും പറയും, ഏതറ്റം വരെയും പറയും, സീരിയസ് ആയിട്ട് എടുക്കണ്ട. മനസ്സിലായി? അമിതാഹ്ലാദത്തിൽ ചിലർ ഭയങ്കര ആഹ്ലാദം ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും, നിൻ്റെ ആജീവനാന്തം നിൻ്റെ മുഴുവൻ സംരക്ഷണ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം. വിശ്വസിക്കരുത്. വലിയ സന്തോഷം വന്നപ്പോൾ പറഞ്ഞാണ്. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് എപ്പോഴെന്നറിയാമോ? ഭയങ്കര ആഹ്ലാദത്തിൽ തീരുമാനം എടുക്കരുത്, ഭയങ്കര സങ്കടത്തിലും തീരുമാനം എടുക്കരുത്. ഒന്നെല്ലാം നോർമലാവാൻ ഒരു സാവകാശം കൊടുക്കുക, എല്ലാം ഒന്ന് അടങ്ങട്ടെ, ഒന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കുക. അവിടെ കർത്താവിൻ്റെ തീരുമാനമായിരിക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ കള്ളുകുടിച്ച് ഉന്മത്തനായ സമയത്ത് മദ്യലഹരിയുടെ ആധിക്യത്തിൽ വിളിച്ച് പറഞ്ഞു, ഈ ഡാൻസ് കണ്ടിട്ട്, ഈ പാതി നഗ്നത പ്രദർശിപ്പിച്ച് നടത്തിയ ആഭാസ നൃത്തം, മദ്യപന്മാരുടെ മുമ്പിൽ നടത്തുന്ന നൃത്തം ആത്മീയ നൃത്തമൊന്നും അല്ലല്ലോ. ഈ ആഭാസ നൃത്തത്തിൽ മനം മയങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കാം. ഈ ഹെറോദസിനെ കുറിച്ച് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇതാണ്. അതായത് അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആളായിരുന്നു, പീഡോഫീലിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ നൃത്തമൊക്കെ കാണുമ്പോൾ ഇയാളിങ്ങനെ ഇളകുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ വൈകൃത മനസ്സിൻ്റെ വികാര മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. പറയാണ്, അപ്പം ഇപ്പം രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും തരാമെന്ന് പറയാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇയാൾക്ക്. കാരണം എന്താണ്? ഇയാൾ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റാണ്. റോമ ഗവൺമെൻറ് തീരുമാനിക്കും രാജ്യത്തിൻ്റെ പകുതി കൊടുക്കണോ വേണ്ടതെന്ന്. അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. കണ്ടോ, ഒക്കാത്ത കാര്യം പറയുകയാണ്. ഒരു ആവേശത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് ഒക്കാത്ത കാര്യം. രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാൻ പറ്റില്ല. റോമക്കാർ വന്ന് വാള് വെക്കും കഴുത്തിന്, രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാൻ പോയാൽ. റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നൊരു രാജാവാണ്. അയാൾക്ക് അങ്ങനെ സ്വന്തമായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കണ്ടോ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡാൻസ് കണ്ട് മനസ്സ് മയങ്ങിയിട്ട്
ഇപ്പം തരാമെന്ന് പറയുകയാണ്. വിശ്വസിക്കരുത് അങ്ങനെയൊക്കെ പറയുന്നവരെ. അപ്പോൾ ഈ കുട്ടിയുടെ നൃത്തം, മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേസിനെ അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്തു പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. പ്രവാചകരുടെ തല അറക്കുന്ന വിരുന്നുകളുണ്ട്. ജീവൻ തരുന്ന വിരുന്നുണ്ട്, മരണം വിളമ്പുന്ന വിരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജീവൻ വിളമ്പുന്ന വിരുന്നുണ്ട്, മരണം വിളമ്പുന്ന വിരുന്നുണ്ട്. ജീവൻ വിളമ്പുന്ന വിരുന്നിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. മരണം വിളമ്പുന്ന വിരുന്നിൻ്റെ പേരാണ് മദ്യം വിളമ്പുന്ന വിരുന്നുകൾ, പാപം വിളമ്പുന്ന വിരുന്നുകൾ. അല്ലേ? നമ്മൾ കണ്ടില്ലേ, ഈ നിശാ ക്ലബിൽ നൈറ്റ് പാർട്ടിക്ക് പോയപ്പോൾ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചതിന് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. മരണം വിളമ്പുന്ന വിരുന്നുകളാണ്, നരകത്തിലേക്ക് നയിക്കുന്ന വിരുന്നുകളാണ്. അതുകൊണ്ട് വിരുന്നുകളിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ നോക്കണം, ഇത് ജീവൻ തരുന്ന വിളമ്പാണോ, ജീവൻ വിളമ്പുന്ന വിരുന്നാണോ, മരണം വിളമ്പുന്ന വിരുന്നാണോ നോക്കണം. വിളിക്കുന്നിടത്തെല്ലാം പോകരുത്, അല്ലേ? ഇങ്ങനെ ചെണ്ടയടിച്ച് വിളിക്കുന്ന എല്ലാ സ്ഥലത്തും പോകരുത്. ജീവൻ കിട്ടുമോ ഇവിടുന്ന് നോക്കണം. ഒരു സമ്മേളനത്തിൽ പോയാൽ അവിടുന്ന് ജീവൻ കിട്ടുമോ നോക്കണം. ഈ കൂട്ടായ്മയിൽ പോയാൽ ജീവൻ കിട്ടും. ആ വീട്ടിൽ പോയി ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ജീവൻ കിട്ടുമോ അത് നോക്കണം. അപ്പം ജീവൻ കിട്ടുമെങ്കിലേ പോകാവൂ. ജീവൻ നശിപ്പിക്കുന്ന സ്ഥലത്ത് പോകാൻ പാടില്ല. കണ്ട, ഈ വിരുന്നിൻ്റെ ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ പ്രതി തീഷ്ണത കൊണ്ട് ഒരു ജീവൻ, ആജീവനാന്തം ഒരു ജീവൻ മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ തലയറത്തു, ചോര വീണു വിരുന്നിൻ്റെ ഒടുവിൽ. സന്തോഷത്തോടെ അല്ല ഈ കർട്ടൻ വീഴുന്നത്, ഈ നാടകത്തിൻ്റെ തിരശീല വീഴുന്നത് പ്രവാചകൻ്റെ ചോര വീണ സങ്കടത്തിലാണ്. സക്കറിയ മുതൽ സ്നാപയോഹന്നാൻ വരെ, അല്ലെ ആബേൽ മുതൽ സക്കറിയ വരെ, സ്നാപയോഹന്നാൻ വരെ തലയറുക്കപ്പെട്ട, കൊല്ലപ്പെട്ട പ്രവാചക പരമ്പരകളുടെ ചോരത്തുള്ളികൾ വീണൊരു മണ്ണിൽ ഈ മനുഷ്യൻ്റെയും ചോര വീണു. മർക്കോസ് പറയുകയാണ്, ഇപ്പോൾ സ്നാപയോഹന്നാൻ, നാളെ യേശു. ഇന്ന് നിങ്ങൾ സ്നാപയോഹന്നാനെ കൊന്നു, നാളെ നിങ്ങൾ യേശുവിനെ കൊല്ലും. അപ്പോൾ ഇവിടെ പ്രവാചകരുടെ തലയിറക്കുന്ന വിരുന്നുകളുണ്ട്. ഓരോ മദ്യം വിളമ്പുന്ന വിരുന്നിലും ആരുടെയൊക്കെ ചോര വീഴുന്നുണ്ട്. അത് ഓർത്തോണം. എന്തെന്നറിയാം, നല്ലതായിട്ട് കള്ളു കുടിച്ചിട്ട് വീട്ടിൽ ചെല്ലുകയാണ് ഈ അപ്പൻ, നല്ലതായിട്ട് കള്ളു കുടിച്ചിട്ട് വീട്ടിൽ ചെല്ലുകയാണ് ഈ മകൻ. പിറ്റേ ദിവസം വാർത്ത വരും, മദ്യലഹരിയിൽ മകൻ അപ്പനെ തലക്കടിച്ചു കൊന്നു, അപ്പൻ മകനെ തലക്കടിച്ചു കൊന്നു, മദ്യലഹരിയിൽ. പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് പുറകിലേക്ക് പോകുമ്പോൾ ഒരു സൽക്കാരത്തിനിടയിൽ ഈ മദ്യം വിളമ്പിയ കരങ്ങളിൽ ആ ചോരയുടെ മണമുണ്ടെന്ന് ഓർത്തോണം. അപ്പം അതുകൊണ്ട് മദ്യം വിളമ്പുന്നവർ ശ്രദ്ധിക്കണം. ഈ ചോരയുടെ മണമുണ്ട് നമ്മുടെ കൈകളിൽ. നിലവിളികളുണ്ട്. പാവപ്പെട്ട മദ്യലഹരിയിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു അപ്പൻ. ആ കുഞ്ഞിൻ്റെ അമർത്തിപ്പിടിച്ച തേങ്ങലുകൾ, പുറത്തേക്കൊന്ന് വാവിട്ട് കരയാൻ പോലും പറ്റാതെ ആ കുഞ്ഞ് ചങ്കിൽ ഒതുക്കി വെച്ച ആ സങ്കടങ്ങളുടെ മാരക പാപം ഈ മദ്യം വിളമ്പിയ കൈകളിൽ ഉണ്ട്. അത് ഓർത്തോണം. മറ്റൊന്ന്, യോഹന്നാന് സംഭവിച്ചത് എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതിലൂടെ മർക്കോസ് പറയുന്നത്, നാളെ യേശുവിന് എന്ത് സംഭവിക്കും. യേശുവിൻ്റെ പീഡാനുഭവത്തിന് വേണ്ടി വായനക്കാരെ മർക്കോസ് ഒരുക്കുകയാണ് ഇവിടെ. അതിനാണ് ഈ ഭാഗം ഇത്ര വിശദമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടുന്നത്? അമ്മ പറഞ്ഞു, സ്നാപയോഹന്നാൻ്റെ ശിരസ്. അവൾ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ എങ്ങനെ പറഞ്ഞില്ലല്ലോ, ഇപ്പം തന്നെ തരണമെന്ന് പറഞ്ഞോ? അത് മകളുടെ കോൺട്രിബ്യൂഷനാണ്, മകൾ കൈ നിട്ടതാണ്. എന്താണ് അമ്മ പറഞ്ഞു? സ്നാപയോഹന്നാൻ്റെ ശിരസ് ചോദിച്ചു. ഇപ്പോൾ വേണമെന്നില്ല, നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അവനെ കൊല്ലണം, ഒരു വാക്ക് വാങ്ങിച്ചു. കൊച്ചു പോയിട്ട് തന്നെ പറഞ്ഞെന്നറിയാം, ഇപ്പം തന്നെ ഒരു പാത്രത്തിൽ വെച്ച് ആ സ്നാപയോഹന്നാൻ്റെ ശിരസ് എനിക്ക് തരണം. എനിക്ക് ഒരു കാര്യം
നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ സലോമി അമ്മയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കണ്ട മകളാണ്. സലോമി അമ്മയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കണ്ട മകളാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ ചിന്തിച്ച പോലെ തന്നെയാണ് ഈ മോള് ചിന്തിച്ചത്. മോക്ക് ചിന്തിച്ചൂടെ ഈ പ്രവാചകൻ്റെ കഴുത്തറുത്ത് ഇപ്പം വാങ്ങിക്കുന്ന തെറ്റല്ലേ അത്? അമ്മ എങ്ങനെ പറഞ്ഞാലും മകൾക്കൊരു വിവേകം വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് വരുന്നില്ല? കുട്ടിയുടെ കുറ്റമല്ല. അതായത് ഇത് ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എന്തെന്നറിയാം? ഭർത്താവിനോട് ഭാര്യയ്ക്ക് നല്ല വിരോധമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് നല്ല വിരോധം. ആ വിരോധം ഈ അറിയാതെയോ അറിഞ്ഞോ മക്കളിൽ കുത്തിവെക്കും. മക്കളിൽ കുത്തിവെച്ചിട്ട് മക്കളും അമ്മയും ഒരു സെറ്റ്, അപ്പൻ വേറൊരു സെറ്റ്. മക്കളും അമ്മയും ഒരു ഗ്രൂപ്പ്, അപ്പൻ വേറൊരു ഗ്രൂപ്പ്. അമ്മ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് മക്കൾ ചിന്തിക്കുന്നത്. അമ്മയുടെ അതേ ഭാഷയാണ് മക്കളും പറയുന്നത്. തിരിച്ചുകൊണ്ട് അപ്പന് ഭാര്യയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഭർത്താവിന് ഭാര്യയോടുള്ള ആറ്റിറ്റ്യൂഡ്. ഇതിങ്ങനെ മക്കളോട് പറഞ്ഞ് അവരുടെ മനസ്സിൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അമ്മയെ ഒരു വെറുക്കപ്പെട്ട സ്ത്രീ ആയിട്ട് കാണുന്ന മക്കൾ കണ്ടോ? അമ്മയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കണ്ട മകളാണ് സലോമി. ഇത് ശരിക്കും പറഞ്ഞാൽ മാനസിക പ്രശ്നമാണ്. ഒരുപാട് വീടുകളിൽ ഇതുണ്ട്. ഇത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറേ അനുഭവങ്ങൾ അറിയാം, നേരിട്ടറിയാം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടക്കേടുണ്ട്. അപ്പോൾ ആ ഇഷ്ടക്കേടിന് അപ്പൻ ഇങ്ങനാണ് എന്ന് പറഞ്ഞ് അപ്പനെ അങ്ങനെ ആക്കി. മക്കളുടെ കണ്ണിൽ അപ്പൻ അങ്ങനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അമ്മ ചിന്തിച്ചതാണ് ശരി എന്ന് ചിന്തിച്ച മകളാണ് പ്രവാചകന്റെ കഴുത്തറുത്തത്. അമ്മ ചിന്തിക്കുന്നതല്ല ശരിയാവണമെന്നില്ല, അപ്പൻ ചിന്തിക്കുന്നതല്ല ശരിയാവണമെന്നില്ല. അപ്പോൾ എന്താണ് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിങ്ങൾക്കിടയിലെ ദമ്പതികൾക്കിടയിലെ ഭിന്നത, അല്ലെ നിങ്ങൾ അയൽപക്കക്കാരെ കാണുന്ന രീതി, അല്ലെ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് തൊട്ടടുത്ത വീട്, നിങ്ങൾ അവരും തമ്മിൽ പ്രശ്നമുണ്ട്. കുട്ടികൾ അവരുടെ കുട്ടികളും തമ്മിൽ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇടപഴകാൻ അവരെ വിടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിടണ്ട. പക്ഷെ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, അവരെ വെറുക്കാൻ പ്രേരിപ്പിച്ച ആ വെറുപ്പ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതായത് അമ്മയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കൊണ്ടൊരു മകളാണ് സലോമി. അതുകൊണ്ടാണ് ഈ പ്രവാചകൻ്റെ ശിരസ് അവിടെ വീണത്. അപ്പോൾ അമ്മ പറഞ്ഞു, സ്നാപയോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവരുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ചൊരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അത് അവൾ അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നാപക യോഹന്നാൻ എന്ന കറയില്ലാത്ത കറകളഞ്ഞ പ്രവാചകൻ്റെ വീരചരിത്രം ഞങ്ങൾ വായിച്ച് മടക്കുമ്പോൾ കർത്താവേ, പ്രവാചകന്മാരിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹവും തീഷ്ണതയും കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകാരിക തീവ്രതയിൽ കർത്താവെ വാക്ക് കൊടുക്കുക, തീരുമാനങ്ങളെടുക്കുക, ഇതെല്ലാം തെറ്റും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, കാര്യങ്ങളെ ശരിയായ വിധത്തിൽ നോക്കിക്കാണാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.